Good morning, all of you. All of you mark the attendance. എല്ലാവരും attendance mark ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ഉഷാറായി വന്നിട്ടുണ്ടല്ലേ? ഓണാവധിയൊക്കെ കഴിഞ്ഞ് നല്ല മക്കളായിട്ട് എത്തിയിട്ടുണ്ടല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ റൈംസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവോ? അല്ലേ? അപ്പൊ നമ്മൾ ഏതുവരെയായിരുന്നു പഠിച്ചത് ടെക്സ്റ്റ് ബുക്കില്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എന്ത് പറ്റി വൈഷ്ണവേ, മടിയുണ്ടോ ഇന്ന്? എന്തിനാ കരയുന്നേ? എന്താ ഉറക്കെ പറഞ്ഞേ? ഏതൊക്കെയാ പഠിച്ചത് നമ്മള്? ഏതുവരെയായിരുന്നു പഠിച്ചത് ടെക്സ്റ്റ് ബുക്കില്? ടെക്സ്റ്റ് ബുക്കില് നല്ല മക്കളായിരുന്നേ എല്ലാവരും ഒന്ന് നല്ല വൃത്തിയിലിരുന്നേ, പ്രോപ്പറായിരുന്നേ. അങ്ങനെയല്ലേ ഇരുന്നേ? അപ്പൊ നമ്മള് ഏതുവരെയാ പഠിച്ച ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആർക്കാ ഓർമ്മയുണ്ടോ ഒന്ന് പറഞ്ഞു തന്നെ മിസ്സിന്. എവിടെ വരെയാ പഠിച്ചേ? വരെയാണോ പഠിച്ചത്? അല്ലേ പഠിച്ചോ? ഈ പൂത്തുമ്പിയുടെ പാട്ട് പഠിച്ചില്ലേ നമ്മള്? എസ് ആണെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചു എല്ലാവരും ഒന്ന്. പൂത്തുമ്പിയുടെ പാട്ട് പഠിച്ചോ? പഠിച്ചു അല്ലേ? കുഞ്ഞിക്കുറുക്കന്റെ പാട്ട് പഠിച്ചു, പൂത്തുമ്പിയുടെ പാട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എലി പഠിച്ചോ? പേജ് നമ്പർ 17 പഠിച്ചോ? ദക്ഷിണ അല്ലേ? ഈ പാട്ട് വരെ പഠിച്ചു അല്ലേ നമ്മള്? ഇതുവരെയാണോ പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മള് കുഞ്ഞിക്കുറുക്കന്റെയും പൂത്തുമ്പിന്റെയും പാട്ട് പഠിച്ചെടുത്തം വരെയാ പഠിച്ചത് അല്ലേ? അതിനുശേഷം നമ്മൾ ഏത് നല്ല ശീലം എന്നൊരു റൈംസ് പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ നമ്മുടെ നഴ്സറി ഗാനങ്ങൾ എന്നില്ല ആ കുഞ്ഞു പുസ്തകത്തിൽ നമ്മൾ 2 പാട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കേരളനാട്, നല്ല ശീലങ്ങൾ അല്ലെ? 2 നമ്മള് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ മുതല് ഏത് വരെയുള്ള അക്ഷരങ്ങൾ വെച്ച് കുറെ പദങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഈ ഓക്കെ. എന്താ നമ്മൾ പഠിച്ചത്? ഋഷി, ഋതു, ഋണം, ഋഷഭം. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞു? ഇത്രയും അക്ഷരങ്ങൾ നല്ല വൃത്തിയിൽ ചൊല്ലി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ അക്ഷരദീപം ബുക്കില് കുറെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാ മക്കളും ചെയ്യുന്നുണ്ട്, നല്ല മക്കളായി. നമുക്ക് ഇന്ന് ഏതാണ്? പേജ് നമ്പർ 70. ഓക്കെ, പേജ് നമ്പർ 17 എടുത്തേ. 17. അതില് ഏതാ അക്ഷരം നോക്കിയേ? അല്ലേ? അക്ഷരമാണ്. ഉറക്കെ പറഞ്ഞ എല്ലാവരും. എലി. ഫസ്റ്റ് വൺ എന്താണ്? എലി അല്ലേ? എലിനെ കണ്ടോ എല്ലാവരും? എലി. നെക്സ്റ്റ് എന്താ? എട്ടുകാലി. എത്ര കാലുണ്ട്? 8 അല്ലേ? 8 കാലി. അപ്പൊ എലി എങ്ങനെയാണ്? വായിച്ച എല്ലാവരും എട്ടുകാലി. കണ്ടോ? നെക്സ്റ്റ് വൺ എന്താണ്?
എണ്ണ. അടുത്ത എന്താണ്? എണ്ണ, എള്ള്, എത്ര. എണ്ണ, എള്ള്, എത്ര. അപ്പൊ എലീനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? എലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ടീച്ചർ കാണിച്ചു തരില്ലേ? എലീനെ കാണിച്ചു തരുമല്ലോ. എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ ആഷ്നിക്കുട്ടിയുടെ കയ്യിലെന്താ ആഷ്നി? കണ്ണിനൊക്കെ കെട്ടുന്നുണ്ടല്ലോ എന്തോ? എലീനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ മക്കള്? മ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എലി. എലീന എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഈ എലിയുടെ ശത്രു ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ആർക്കറിയാം? വൈഷ്ണവിന് അറിയോ? വൈഷ്ണവേ, ആരാ എലിയുടെ ശത്രു? ആരാണ്? പൂച്ചയാണല്ലേ? ആ, പൂച്ചയാണല്ലേ എലിയുടെ ശത്രു. ഓക്കെ, എന്താ അറിയാ എലിനെ? ഭക്ഷണമൊക്കെ കണ്ട് തിന്നു അല്ലേ എലി? അല്ലേ? ആ, പൂച്ച എലിനെ കാണും പിടിക്കും. അതുകൊണ്ട് തന്നെ എലിയുടെ ശത്രുവാണ് ആര്? പൂച്ച അല്ലേ? ഓ, നെക്സ്റ്റ് വൺ ആരെയാ നമ്മള് പറഞ്ഞ? എരുമ. എരുമയെ കണ്ടിട്ടുണ്ടോ മക്കളെ? ദക്ഷിണ കണ്ടിട്ടുണ്ടോ? ദക്ഷിണ, ആ ദക്ഷിണ പറഞ്ഞോ. ദക്ഷിണ എന്താ പറയാനുള്ളത്? കണ്ടിട്ടില്ലേ എലിനെ? ആ, ശത്രു പൂച്ചയാണല്ലേ? ആ, പൂച്ചയാണല്ലേ? ഓക്കെ, എലിയുടെ ശത്രുവാണ്. എലിനെ പിടിച്ചു തിന്നു അല്ലേ? ഒളിച്ചു നിന്നിട്ട് പിടിച്ചു തിന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ശത്രുക്കളാവരല്ലേ? ഓക്കെ, എലി എങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഇങ്ങനെ കണ്ട് തിന്നു അല്ലേ? ആ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് ആരെയാ പഠിക്കാനുള്ളത്? എരുമ. എരുമ, എരുമയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ എരുമ. എരുമ. നെക്സ്റ്റ് ആണ് എട്ടുകാലി. എട്ടുകാലി. അടുത്ത എന്താ? എണ്ണ. വായിക്കാൻ പഠിച്ച എല്ലാവരും കൈ തൊട്ട് വായിച്ചേ. എണ്ണ, എള്ള്. എണ്ണ അറിയില്ലേ നിങ്ങൾക്ക്? എണ്ണ, വെളിച്ചെണ്ണയുണ്ട്, എള്ളെണ്ണയുണ്ട് അല്ലേ? എണ്ണ. നെക്സ്റ്റ് എള്ള്. എള്ള് എങ്ങനെയാ? ഏത് കളറിലാ എള്ള്? എള്ള് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടോ? ഡിയോൺ കൈവക്കുന്നുണ്ട് അല്ലേ? ഡിയോൺ കണ്ടിട്ടുണ്ടോ എള്ള്? ഏത് കളറിലാ എള്ള്? ഡിയോണേ? ബ്ലാക്ക് അല്ലേ? ഓക്കെ, കറുത്ത കളറിൽ കാണുന്ന എള്ള് അല്ലേ? അപ്പത്തിലൊക്കെ ഇടുന്നത് അല്ലേ? നെക്സ്റ്റ് എത്ര. എത്ര എന്തിനാ നമ്മൾ ഉപയോഗിക്കല്? ആ, നിനക്ക് എത്ര ചെരുപ്പുകൾ ഉണ്ട് അല്ലേ? എണ്ണാൻ ഉപയോഗിക്കാറുണ്ട്. എത്ര പേനയുണ്ട്, നിനക്ക് എത്ര ബാഗ് ഉണ്ട്, എത്ര ഡ്രസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ? അപ്പൊ എത്ര. എന്താണ് ജുവലേ? ജുവലിന് എന്താ പറയാനുള്ളത്? ജുവല് കൈവെക്കുന്നുണ്ടല്ലോ. എന്താ ജുവലേ? ജുവൽ അമ്മയോട് ചോദിക്കാം, അമ്മ എന്താ ഞാൻ പറയാനുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എ എലി, എ എരുമ, എ എട്ടുകാലി, എ എണ്ണ, എ എള്ള്, എ എത്ര. എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. താഴെ എന്താ? എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. ഉറക്കെ വായിച്ച എല്ലാവരും. ആ, ആഷ്നി ആ പേജ് തന്നെ. എ എലി, എ എരുമ, എ എട്ടുകാലി, എ എണ്ണ, എ എള്ള്, എ എത്ര. എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം.
അപ്പൊ നമ്മള് ആ ആ ഇ ഈ ഉ ഊ ഏറ് എ ഇത്രയും അക്ഷരങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ടേ. മറന്നു പോകരുത്. അത് വെച്ച് കുറെ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അമ്മ, അച്ഛൻ, ആ അമ്പിളി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വായിക്കാൻ ആരും മറന്നു പോകരുത് ഫസ്റ്റ് മുതലുള്ള കാര്യങ്ങള്. ഇന്ന് നമ്മൾ പഠിച്ചത് എ എലി, എ എരുമ, എ എട്ടുകാലി, എ എണ്ണ, എ എള്ള്, എ എത്ര, എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേജിൽ പഠിച്ചത് അല്ലേ? അതൊക്കെ എലി, എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ എലി, എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എലി. നെക്സ്റ്റ് എരുമ, എരുമ പാല് തരാറുണ്ട് നമുക്ക്? ഉണ്ട് അല്ലേ? പശുവും തരാറുണ്ട് അല്ലേ? ആ ആട് തരാറുണ്ട്. ഓക്കെ. എട്ടുകാലി, എട്ടുകാലി, എത്ര കാലിന്? 8 കാലുണ്ട്. എട്ടുകാലി എന്നാണ് പേര് അല്ലേ? എട്ടുകാലി. നെക്സ്റ്റ് എണ്ണ, എട്ടുകാലിന് എനിക്ക് പേടിയുണ്ടോ? എട്ടുകാലിനെല്ലാം കാണാറുണ്ടോ നിങ്ങള്? നെക്സ്റ്റ് എണ്ണ, എള്ള്, എത്ര. അപ്പൊ എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എലി, എ എരുമ, എ എട്ടുകാലി, എ എണ്ണ, എ എള്ള്, എ എത്ര, എലിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. ഓക്കെ, വായിക്കാൻ പഠിച്ചോ മക്കളെല്ലാവരും? ഓക്കെ, വായിക്കാൻ പഠിച്ചു? എ എലി, ഉറക്കെ വായിച്ച മിസ്സിന്റെ കൂടെ. എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. ഓക്കെ, ആരാ വായിക്കുന്ന ഇവിടെ ഫസ്റ്റ്? അൻവി എന്തിനാ കരയുന്ന? അൻവി എന്തിനാ കരയുന്ന? അൻവി വായിക്കാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞോ. ആ അൻവി ഒന്ന് ഉറക്കെ വായിച്ചേ. വായിച്ചു കൊടുക്ക് മിസ്സിന്, വായിച്ചു കൊടുക്ക്. വായിക്കേ, വായിക്കേ. എലി, വായിക്കേ. വായിക്കുന്നില്ലേ അൻവി? വായിക്കേ, ഉറക്കെ വായിക്കേ. വായിക്കേ. എള്ള്, എല്ലാം പോയി. അയ്യോ കരയേന് അൻവി. കരച്ചിലെല്ലാം മാറട്ടെ അൻവിക്കുട്ടിയിലെ. അടുത്ത സഹല് കൈവെക്കുന്നുണ്ടായിരുന്നു. സഹല് വായിച്ചു. സഹല് മുഹമ്മദ് സഹൽ PS. യെസ്. എലി, എരുമ, ഇത്തുകാലി, ഉറക്കെ വായിച്ചേ. എത്ര, എലിക്ക് തീണ്ടാട്ടം, പൂച്ചക്ക് കൊണ്ടാട്ടം. കഴിഞ്ഞ മോനെ? അടുത്ത ആരാ വായിക്കുന്നേ? ഈ സൂം യൂസർ എന്ന് പറഞ്ഞ ആരാ? അമാനാണോ? എലിക്ക് തിണ്ടാട്ടം, എനിക്ക് തിണ്ടാട്ടം, പൂച്ചയ്ക്ക് കൊണ്ടാട്ടം. പൂച്ചക്ക് കൊണ്ടാട്ടം. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ?
ഓക്കെ ദക്ഷിണ. ഉറക്കെ വായിക്കും ഉറക്കെ. ആ ബ്രാൻഡ് വിളിക്കാട്ടോ. എലി ആ എട്ടുകാലി എണ്ണ എത്ര എനിക്ക് തിണ്ടാട്ടം പൂജക്കൊണ്ടാട്ടം. ഓക്കെ വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് അടുത്താരാ? കുറേ പേര് കൈവെക്കുന്നുണ്ടല്ലോ. ആഷിൽ ദേവ് വായിച്ചോ. ഉറക്ക വായിക്കണേ ആഷിലേ. വായിക്കുന്നുണ്ടോ? ആഷിലെ കഴിഞ്ഞോ? ഇത് വായിക്കാൻ തന്നെ പറയുന്നത്. ഇതാ വായിക്കണ്ട ടീച്ചർ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബ്രാൻഡ്. എലി എലി എരുമ ഉറക്ക വായിച്ചു മോനെ. എട്ടുകാലി ഇതെന്താ മാന വായിക്കല്? എണ്ണ എള്ള് എത്ര ഓക്കെ തിണ്ടാട്ടം വെരി ഗുഡ്. കൊണ്ടാട്ടം. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? പൊരി എണ്ണ എള്ള് ഇതോ വായിക്കുന്നില്ലേ? കളിക്കുവാണോ? എലി അയ്യോ നല്ല മോനായ വേഗം വായിച്ചേ. വേഗം വായിക്കുന്ന കളിക്കാൻ പോവാ ഞാൻ ദേവിന്. ആവുന്നില്ലേ? വായിച്ചു കൊടുത്ത നല്ല മോനായിട്ട് അമ്മ തരുമോ? വേഗം വായിക്കും. നല്ല മോനല്ലേ? വേഗം വായിക്കാം. അമ്മ തരുവേ. വായിക്കും. ഇത് വായിച്ചു കൊടുത്തീനാ? വായിക്കേ വായിച്ചോടാ. എലി എരുമ എട്ടുകാലി ഞാൻ ദേവി ചൊടിയാണോ മിസ്സിനോട്? ഓക്കെ അപ്പൊ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അഭിജിത്ത്. ഓക്കെ എനിക്ക് തിന്നാത്ത പൂച്ചക്ക് കൊണ്ടാട്ടം. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആഷ്നി. ആഷ്നി അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. ഉറക്ക വായിച്ചേ. കുട്ടികാലി എണ്ണ എള്ള് എത്ര കഴിഞ്ഞു ആഷ്നിക്കുട്ടി. കൊണ്ടാട്ടം. വെരി ഗുഡ്. ഓക്കെ നെക്സ്റ്റ് ആരാ?
ദർശിത്ത്. ദർശിത്ത് വായിച്ച മോനെ. എലി എലി എരുമ എരുമ എത്തിക്കാളി ആ എന്ന ആ എല്ല് ആ എട്ടര എലിക്ക് തിണ്ടാട്ടം എലിക്ക് തിണ്ടാട്ടം പൂച്ചക്ക് തിണ്ടാട്ടം ഓക്കെ വെരി ഗുഡ്. കൊണ്ടാട്ടം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആൻഡ്രിയ. ആൻഡ്രിയ തെരേസിജോ. എലി എരുമ ആ എട്ടികളി എണ്ണ എല്ല് എത്ര എലിക്ക് എനിക്ക് എന്താട്ടം പൂച്ചക്ക് കൊണ്ടാട്ടം ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് തനുസ്. തിന്നാട്ടം പൂച്ചക്ക് കൊണ്ടാട്ടം. എനിക്ക് ബുക്കൊന്നുമില്ല പഠിച്ചാല് എന്റെ വീട്ടില് വെച്ചിട്ട് മറന്നായി കട്ടിയതാ ഞങ്ങളിപ്പ. തനുസ് എന്താ പറയുന്നത് തനുസ്? എനിക്ക് മനസ്സിലാവുന്നില്ലടാ. വീട്ടിലല്ല കൊട്ടിയൂരാന്ന് പറ. ഞങ്ങള് വീട്ടിലല്ല കൊട്ടിയൂര. വീട്ടിലല്ല കൊട്ടിയൂര. ഞങ്ങള് കൊട്ടിയൂര. ഞങ്ങൾ പാഴ്ചാലല്ല മിസ്സേ, ഞങ്ങൾ കൊട്ടിയൂരാ. അതുകൊണ്ട് ബുക്ക് അവിടെ വെച്ച് മറന്നുപോയി മിസ്സേ. പാഴ്ചാല് വെച്ച മിസ് ഞങ്ങളുടെ സ്ഥലത്തില്ല. ഇത് ക്ലിയർ ഇല്ല, കഴിഞ്ഞില്ല. ശരിക്കും കേൾക്കുന്നില്ല. നമ്മുടെ സ്ഥലത്തില്ല. ക്ലാസ് വിടുന്നേ ഉള്ളൂ. വായിച്ചു തനുസേ. വീട്ടിലല്ല. മിസ് വിളിക്കാട്ടോ, വിളിച്ചു ചോദിക്കാം എന്താ പറഞ്ഞേന്ന്. എലി കഴിഞ്ഞോ? ഓക്കെ മക്കളെ, എന്തോ നെറ്റിന് ക്ലിയർ ഇല്ലടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. ഓക്കെ, അപ്പൊ ആ മുതലുള്ളത് നിങ്ങൾ വായിക്കണം കേട്ടോ. ഫസ്റ്റ് പേജ് മുതൽ തന്നെ വായിച്ച് വായിച്ച് പഠിക്കണേ. ഓക്കെ, നമ്മൾ ആദ്യം മുതൽ പഠിച്ചത് ആ അമ്മ മുതല് അല്ലേ? ഏതാ പഠിച്ചേ? ഫസ്റ്റ് മുതല് ആദ്യം നമ്മള് അമ്മേനെ കുറിച്ചുള്ള പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അമ്മ അമ്മ, അമ്മയെ പോലെ മലയാളം, ആന ആന, ആന കേറാമല ആകാശം. നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചേ? വീടിനെ പറ്റിയുള്ള ഒരു പാട്ട് പഠിച്ചു അല്ലേ? എന്തു നല്ല വീട് എന്റെ വീട്, ചന്തമുള്ള വീട് എന്റെ വീട്, അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട്, ചേച്ചിയുണ്ട് വാവയുണ്ട് ഞാനുമുണ്ട് അല്ലേ? നെക്സ്റ്റ് പേജിൽ നമ്മൾ ചങ്ങാതിയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് പഠിച്ചത് അല്ലേ? നിങ്ങൾ എല്ലാവരും നന്നായി അത് പറഞ്ഞു അല്ലേ? അപ്പൊ എന്താണ് അതിൽ നമുക്ക് മനസ്സിലായത്? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു മോറൽ കൂടി കിട്ടി അല്ലേ? നെക്സ്റ്റ് നമ്മൾ ആ അമ്പിളി, ആ അച്ഛൻ, ആ അമ്മ, ആ 3 പദങ്ങൾ പഠിച്ചു. അറ അല അതുകൂടി പഠിച്ചു അല്ലേ? പിന്നെ അമ്പിളിനെ പറ്റിയുള്ള ഒരു പാട്ട് പഠിച്ചു. എന്ത്? അമ്പിളി പുഞ്ചിരി തൂകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. നെക്സ്റ്റ് ഏതക്ഷര പഠിച്ചേ? സ്വരാക്ഷരങ്ങളില് രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരം പഠിച്ചു അല്ലെ? അത് വെച്ച് ഏതൊക്കെ പദങ്ങളാണ് നമ്മൾ പഠിച്ചത്? ആന, ആമ, ആട്, ആണി, ആഹ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ അക്ഷരമായ ഈ എന്ന അക്ഷരം പഠിച്ചു. ഇല, ഇമ,
ഇഞ്ചി, ഇര, ഇറ. ഇത്രയും പദങ്ങളും പഠിച്ചിട്ടുണ്ടല്ലേ ഈ വെച്ചിട്ട് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ ഇലകൾക്ക് പച്ച നിറമാണെന്ന് പറഞ്ഞു അല്ലെ. ഇഞ്ചി നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു അല്ലെ. കറിയിലൊക്കെ ഇടുന്നതാണെന്ന് പറഞ്ഞു. ഈച്ച, അടുത്തത് ഈ എന്ന അക്ഷരമാണ് പഠിച്ചത്. ഈച്ച, ഈറ്റ, ഈത്തപ്പഴം അല്ലെ. ആ 3 പദങ്ങള് പഠിച്ചു. ഈ എന്ന അക്ഷരം വെച്ചിട്ടുള്ള 3 പദങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് ഊ, ഉറുമ്പ്, ഉറി, ഉരൽ, ഉളി, ഉറ, ഉമി. അടുത്തതോ ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി. നെക്സ്റ്റ് ഋഷഭം, ഋഷി, ഋതു, ഋണം അല്ലെ. ഇന്ന് നമ്മൾ എ എന്ന അക്ഷരമാണ് പഠിച്ചത്. എ എലി, എ എരുമ, എ എട്ടുകാലി, എ എണ്ണ, എള്ള്, എത്ര. ഇത്രയും പദങ്ങൾ എ വെച്ചിട്ട് എയില് തുടങ്ങുന്ന പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യണം? ആദ്യം മുതൽ വായിച്ച് തറക്കണം കേട്ടോ. ഓക്കെ. പിന്നെ നമ്മള് പുതിയ അക്ഷരങ്ങൾ ഇന്ന് എഴുതാൻ പഠിച്ചിട്ടില്ല കേട്ടോ. അക്ഷരദീപത്തില് നമുക്ക് ഹോംവർക്ക് അന്നേ ഉള്ളതേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മള് റ, ര, ന, ത, സ, പ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർക്കണേ. ഓക്കെ. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു അക്ഷരം പഠിക്കാം കേട്ടോ. എഴുതാൻ പഠിക്കാം. ആ എഴുതിയൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഫസ്റ്റ് മുതൽ എഴുതാറുണ്ടോ എല്ലാവരും? ഓക്കെ. എഴുതാറുണ്ട് അല്ലേ. ഓക്കെ. അതുപോലെ നമ്മൾ കുറെ നഴ്സറി ഗാനങ്ങളും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഓർത്ത് വെക്കണേ. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണേ. നാളത്തെ ക്ലാസ്സിൽ. ഓക്കെ. ബൈ ബൈ. സി യു. ബൈ. ഓക്കെ. ബൈ. Okay.